ഡോക്ടർ ജയപ്രകാശ്, മനോരോഗ വിദഗ്ധൻ ഡോക്ടർ ജയപ്രകാശ് കൂടി നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടർ ജയപ്രകാശ്, സ്വാഗതം. ഈ പ്രത്യേകിച്ച് കുട്ടികളുമായി ബന്ധപ്പെട്ട മനോരോഗ ചികിത്സകനാണ് താങ്കൾ, സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന അതിലാണ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. ഒരു അമ്മയ്ക്ക് എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ ആ രീതിയിൽ കൊലപ്പെടുത്താനാകുന്നത്? അവർക്ക് സ്വതന്ത്രമായി പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത് എന്തിനാണ്? അതിൻ്റെ സൈക്കോളജി എന്താണ്? ഇവിടെ ഇപ്പം ഈ അമ്മ മാത്രമായിട്ടായിരിക്കും ഈ കൊലപാതക പ്രക്രിയയിൽ മൊത്തത്തിൽ ഏർപ്പെട്ടതെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷെ എന്നാലും അമ്മ മുഖ്യ പ്രതിയാണ്. അമ്മ അങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ട്. അതിന്റെ സാധാരണഗതിയിൽ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു ജീവിതം മനസ്സിൽ കാണുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൺ സുഹൃത്തിന്റെ പങ്കാളിത്തം ഇതിനകത്തുണ്ട്. അപ്പൊ അവര് രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഒരു ചിന്തയിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ ഈ കുട്ടിയെ സ്വാഭാവികമായും അച്ഛനെ വിളിച്ചു വരുത്തി ആ കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് പോകാം. ആ കുഞ്ഞിനെ കൊല്ലേണ്ട കാര്യമില്ല. കൊന്നാൽ അവർ കൊലപാതകയാവുകയാണ്, അവരുടെ ജീവിതം തന്നെ തുലയുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ കുഞ്ഞിനെ കൊല്ലാതെ അവർ ഉപേക്ഷിച്ച് പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടല്ലോ. നാട് വിടാമല്ലോ, ഈ ബാഗും പെട്ടിയൊക്കെ എടുത്ത് ഈ കാമുകനുമായി മീൻസ് ആൺ സുഹൃത്തുമായി പോകാമല്ലോ. അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് എന്തിനാണ് ആ ക്രൈമിലേക്ക് പോകുന്നത്, ആ കുഞ്ഞിനെ കൊല്ലുന്നത്? അതും വളരെ ക്രൂരമാണ്. അതിന്റെ സാധാരണഗതിയിൽ നമ്മൾ ഇത്തരം കേസുകളൊക്കെ കാണുമ്പോഴത്തേക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മറ്റൊരു ജീവിതം അവർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ആൺ സുഹൃത്ത് പറയും കുട്ടിയും കൂടെ ഉണ്ടെങ്കിൽ പറ്റത്തില്ല, കുട്ടിയും കൂടെ കൊണ്ടുവരാൻ പറയും. കുട്ടിയും കൂടെ കൊണ്ടുവരാൻ ഒരുപക്ഷെ ഈ അമ്മമാര് ആഗ്രഹിക്കും. അപ്പോൾ ഈ പുതിയ ആൺ സുഹൃത്ത് പറയും കുട്ടിയെ ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ കുട്ടി ഒരു വലിയ പ്രതിസന്ധിയായിട്ട് മുമ്പിൽ വരും ഈ ഇങ്ങനത്തെ സാഹചര്യം. അതാണ് സാർ, ഞാൻ ഡോക്ടർ ജയപ്രകാശ് അത് ചോദിക്കുന്നത്. അതെനിക്ക് മനസ്സിലായി. കുട്ടി അവരുടെ പൊതുജീവിതത്തിന് തടസ്സമാണെങ്കിൽ ആ കുട്ടിയെ പല വിധത്തിൽ ഉപേക്ഷിക്കാം, ആർക്കെങ്കിലും നൽകാം, അല്ലെങ്കിൽ ഈ ഭർത്താവിന് തന്നെ കൊടുത്തിട്ട് പോകാം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ വീട്ടുകാരെയോ മറ്റോ ഏൽപ്പിച്ച ശേഷം അവരുടെ ഒന്നും സമ്മതമില്ലാതെ ബാഗും കൊടുക്കുകയും എടുത്ത് ഈ ആൺ സുഹൃത്തിൻ്റെ കൂടെ പോകാം. അങ്ങനെയൊക്കെയുള്ള എത്ര ഓപ്ഷനുള്ള ഒരു രാജ്യമാണിത് സ്വാതന്ത്ര്യത്തിൻ്റെ. പിന്നെ എന്തിനാണ് അങ്ങനെ കൊല്ലുക തന്നെ ചെയ്യുന്നത്? എന്നാൽ എനിക്ക് അതിന്റെ ആ സ്പെസിഫിക് സൈക്കോളജിയാണ് അറിയേണ്ടത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഈ രീതിയിൽ പ്ലാൻ ചെയ്ത് പിന്നെ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മറ്റൊരാളോടൊപ്പം പോവുകയാണ്, ഞാൻ കുട്ടിയെ നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകാവുന്ന അല്ലേന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നും. പക്ഷെ അങ്ങനെ ആ രീതിയിൽ ഈ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച് പിന്നെ ഉപേക്ഷിച്ചിട്ട് ഭർത്താവിനെ ഉപേക്ഷിച്ച് കുട്ടിയെ ഉപേക്ഷിച്ച് പോകുന്ന രീതിയിലേക്ക്, ഒരു സ്വഭാവ രീതിയിലേക്കും കമ്മ്യൂണിക്കേഷൻ രീതിയിലേക്കൊന്നും നമ്മുടെ സമൂഹം ആ രീതിയിൽ പുരോഗമിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പറയാതെ ഒളിച്ചോടുക എന്നുള്ളതൊരു സ്വാഭാവികമായ അതാണ് നമ്മുടെ സമൂഹത്തിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ളത്. അതാണ് പ്രായോഗികമായിട്ട് നമ്മുടെ സമൂഹത്തിൽ പരമ്പരാഗതമായി സ്വീകരിക്കുന്ന രീതി. പറഞ്ഞു തീർത്ത് കുട്ടിയെ ഉപേക്ഷിച്ച് കുട്ടിയെ നിങ്ങൾ നോക്കിക്കോ, ഞാൻ നിങ്ങളോടുള്ളപ്പോൾ ഈ സമ്മതം തേടാതെ ഇല്ല. അങ്ങനെ സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വികസിച്ച സമൂഹത്തിലാണ് അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ രീതികൾ വരുന്നത്. അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ രീതികൾ നമ്മുടെ സമൂഹത്തിൽ വന്നു തുടങ്ങിയിട്ടില്ല. കുറെ കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ ആ രീതിയിലുള്ള വികസിച്ച കമ്മ്യൂണിക്കേഷൻ രീതികൾ വന്ന് തുടങ്ങുമായിരിക്കും. പിന്നെ വേറൊരു ഈ മനോസഞ്ചാരം ഒന്ന് അറിയാനാണ്. കാരണം സ്വാഭാവികമായി അവരുടെ ഒരു പൊതുജീവിതത്തിന് വേണ്ടി ആ പെൺകുട്ടി, കാരണം ഈ ഭർത്താവിൻ്റെ അടുത്തുള്ള ജീവിതമൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും സ്വാഭാവികമായും. അതായിരിക്കും ആ കുട്ടി അങ്ങനെ ഒരു വേറൊരു ജീവിതം സെലക്ട് ചെയ്യുന്നില്ല. അത് അവരുടെ സ്വാതന്ത്ര്യം, അത് അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. പക്ഷെ അങ്ങനെ സെലക്ട് ചെയ്ത് പോകുമ്പോൾ ഈ കുഞ്ഞിനെ കൊല്ലണമെന്നൊരു വേളയിൽ തോന്നിയാൽ പോലും ആ കുഞ്ഞൊന്ന് കരയുമ്പോൾ അവർ ഉണരില്ലേ? കാരണം നമ്മുടെ ശരീരത്തിൽ തന്നെ അമ്മയുടെ മുദ്രമാണ് പൊക്കിൾക്കൊടിയായി ബാക്കിയായി ഇപ്പോഴും ഉള്ളത്, അല്ലേ? പൊക്കിൾക്കൊടിയിൽ നിന്നുള്ള ആ അമ്മയുടെ ബന്ധമാണ്. അത്രയേറെ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം എന്നത് ഈ പരിണാമ സംബന്ധിയായി തന്നെ വളരെ സവിശേഷമാണ്, ഹോമോസാപ്പിയൻ സാപ്പിയനിൽ പ്രത്യേകിച്ചും. അപ്പോൾ ബുദ്ധി വളർന്നു എന്നതുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായും ഈ കുഞ്ഞിനെ ഒരു പ്രാവശ്യം എറിയുന്നു, പെട്ടെന്ന് കുഞ്ഞ് മരിക്കാതെ കരയുന്നു. അങ്ങനെ കരയുമ്പോഴെങ്കിലും അതിലെ അമ്മ ഉണരണ്ടേ? ഈ ക്രൈം അല്ലെങ്കിൽ ആ കുറ്റവാളിയെ അതിജീവിക്കുന്ന ഒരു മനസ്സ് അവരിൽ ഉണരാത്ത എന്താണ്?
അതെന്താണ് അങ്ങനെ ഉണ്ടാകാത്തത്? അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരുടെ മറ്റു തരത്തിലുള്ള സ്വഭാവ രീതികളും കൂടെ നമ്മൾ പരിശോധിച്ച് നോക്കിയാലേ അതിനകത്ത് അറിയാൻ പറ്റത്തുള്ളൂ. ഒരു കുറ്റവാളിയുടെ മനസ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും, ഇപ്പൊ കുട്ടി കരയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് പിന്തിരിയാതെ വീണ്ടും കുട്ടിയെ കൊന്നിട്ട് കടലിലേക്ക് വീണ്ടും എറിയുന്നെന്ന് പറയുന്നത് ഒരു കുറ്റവാളിയുടെ മനസ്സും കൂടി അവർക്കുണ്ടോ എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ കുറ്റവാളിയുടെ മനസ്സും കൂടെ ഉണ്ടെങ്കിൽ ഈ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് പിന്തിരിയാൻ തോന്നത്തില്ല. പകരം തന്റെ ഉദ്യമം എങ്ങനെയും പൂർത്തിയാക്കാനായിരിക്കും അവരുടെ മനസ്സിലുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു അവസ്ഥ, ഒരു ഇതെന്ന് പറയുന്നത്, ഒരു താല്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുട്ടി കരയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് പിന്തിരിയാൻ കഴിയത്തില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അവരുടെ ഒരു കുറ്റവാളി മനസ്സും കൂടെ കൂട്ടത്തിൽ കാണും. അപ്പോൾ പല ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും കൊലപാതകങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത്.